ഹലോ ഗായ്സ്, എല്ലാവർക്കും അഭിജിത് പ്രകാശ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഡേ 15 ഓഫ് പാർട്ട് 78 ചലഞ്ചാണ്. ഓക്കെ, അപ്പം ലാസ്റ്റ് 70 ഡേയ്സ് പ്രിലിംസിനുള്ള 70 ദിവസം പ്ലാൻ ചെയ്ത് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് റിവൈസ് ചെയ്തെടുക്കാനുള്ള പ്ലാനാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഓൾറെഡി നമ്മൾ ജോഗ്രഫി കംപ്ലീറ്റ് ചെയ്തു, അതുപോലെ തന്നെ ഇപ്പോൾ മോഡേൺ ഇന്ത്യയും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ടൈം ടേബിൾ ബേസ് ചെയ്തിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് നമ്മളെ ഒരു ഇതാണ്, കാരണം പെൻഡിങ് ഇഷ്ടം പോലെ വരും. അപ്പോൾ ആ പെൻഡിങ് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ചുകൂടെ പോയിന്റ് പറഞ്ഞുതരാം. ഓക്കെ, അതുപോലെ തന്നെ മൺഡേ എക്സാം ഉണ്ടെന്ന് നമുക്കറിയാം. ആ 2-3 കാര്യങ്ങൾ മനസ്സിലാക്കാം. പിന്നെ ഇന്നത്തെ ടൈം ടേബിൾ എന്താണ്, വീക്കെൻഡാണ്. ഇപ്പോൾ ഇന്ന് സാറ്റർഡേ സൺഡേ നമ്മൾ പെൻഡിങ്ങിനും റിവൈസ് ചെയ്യാനാണ് കൂടുതൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത് UPSC സിവിൽ സർവീസ് റിലേറ്റ് ചെയ്യുന്ന ടോപ്പിക്കിലാണ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാക്കി നോട്ട്സും കാര്യങ്ങളൊക്കെ എൻ്റെ ടെലഗ്രാം ചാനലുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ഈ വീക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യുന്ന ഉള്ളത് തന്നെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മൾ മോഡേൺ ഇന്ത്യയുടെ ടോപ്പിക്കുകൾ റിവൈസ് ചെയ്യുന്നത് ഈ ആഴ്ച നോക്കി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ടോപ്പിക്ക് നമ്മൾ കഴിഞ്ഞ് ഇപ്പോൾ ജോഗ്രഫിയുടെ പോർഷൻ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, PYQ പെൻഡിങ് PYQ എല്ലാം ഉണ്ടെങ്കിൽ ചെയ്തു നോക്കാം. ഓക്കെ, പെൻഡിങ് ആയിട്ട് PYQ ഉണ്ടെങ്കിൽ ചെയ്തു നോക്കാം. അപ്പോൾ PYQ ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചതായിട്ടുള്ള ഗ്യാപ്പ്, നോളജ് ഗ്യാപ്പ് എവിടെയെന്ന് മനസ്സിലാവും. ഓക്കെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ അടുത്ത് ഞാൻ ഒരു പ്ലാറ്റ്ഫോമും കൂടെ പരിചയപ്പെടുത്തി തരാം. അത് ഞാൻ ഇടയ്ക്ക് കണ്ടതാണ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യനൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മനസ്സിലാവും നമ്മൾ പഠിച്ചതും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എത്രത്തോളം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എത്രയൊക്കെ അറിയാമെന്ന് പറഞ്ഞാലും അത് ആ ഒരു MCQവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ട് മനസ്സിലാക്കി നമുക്ക് കറക്റ്റ് ഉത്തരം പിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അവിടെ അത് വർക്കാവത്തില്ല. ഓക്കെ, അതുകൊണ്ട് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. അത് എനിക്കും പേഴ്സണലി എനിക്കൊരു പ്രോബ്ലമായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം എനിക്ക് കുറേ കോൺസെപ്റ്റുകൾ മനസ്സിലായി വരുമെങ്കിലും ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ ഒരു നോളജ് ഗ്യാപ്പ് വരുന്നുണ്ട് നന്നായിട്ട്. അപ്പോൾ അവിടെ MCQ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതിനാണ് എൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വഴി. അതിൽ 2-3 പ്ലാറ്റ്ഫോം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. അതിൽ നിന്ന് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് ചെയ്യേണ്ട. രണ്ടാമത് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ പോലെ നമ്മളെ ബാക്കി പോളിറ്റി നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. 10 മുതൽ 20 വരെയുള്ള ചാപ്റ്റേഴ്സ് നോക്കുക. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഫസ്റ്റ് 10 ചാപ്റ്ററാണ് നോക്കിയത്. അവിടെ അങ്ങനെ തന്നെ MCQ സോൾവ് ചെയ്ത് പഠിക്കുക. എക്കണോമിയിലാണെങ്കിൽ ഞാൻ ടോപ്പിക്ക് പറഞ്ഞുതരാം. നമ്മൾ മണി ആൻഡ് ബാങ്കിങ് ആണ് നോക്കിക്കൊണ്ടിരുന്നത്. അതിൽ മോണിറ്ററി പോളിസി ആയാലും പിന്നെ മണിയുടെ എവല്യൂഷൻ, മണി എങ്ങനെ ബാർട്ടർ സിസ്റ്റം മുതൽ തുടങ്ങി ബിറ്റ് കോയിൻ വരെ എങ്ങനെ ഇവോൾവ് ചെയ്തു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കി. അടുത്തിന് ക്ലാസിഫിക്കേഷൻ ഓഫ് ബാങ്ക്സ്, ബാങ്കിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ ഒരെണ്ണവും, പിന്നെ അതുപോലെ ബാഡ് ബാങ്ക് എന്താണ്, NPA എന്താണ്, നോൺ പെർഫോമിംഗ് അസറ്റ്, പിന്നെ അതുപോലെ തന്നെ ഇൻസോൾവൻസി ബാങ്ക്രപ്സി കോഡ് അതിന് വേണ്ടി കൊണ്ടുവന്ന അതിൻ്റെ കാര്യങ്ങൾ, ബാഡ് ബാങ്ക് എന്താണ്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ ബേസൽ നോംസും അതുപോലത്തെ കുറേ കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിലുള്ളത്. ഇതിൻ്റെ എല്ലാ PDF ഞാൻ പ്രൊവൈഡ് ചെയ്തിരിക്കാം, നിങ്ങളതിൽ നോക്കിയാൽ മതി. ഇതാണ് ടോപ്പിക്കുകളെല്ലാം ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ കറണ്ട് അഫെയർ ജൂലൈ 1 മുതൽ 60 വരെയുള്ള പേജ്. അപ്പോൾ ഇത്രയും എക്സ്ട്രാ നോക്കാനുണ്ട്. റിവൈസ് ചെയ്തതിന് പുറമെ നോക്കാനുള്ളതാണ് ഞാൻ പറഞ്ഞത്. റിവൈസും ചെയ്ത് പെൻഡിങ്ങും പറഞ്ഞതിന് പുറമെ ഇതും കൂടെ നിങ്ങൾക്ക് നോക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യം പോലെ സാധനങ്ങൾ നോക്കാനുണ്ട്. പിന്നെ എന്നിരുന്നാൽ കൂടി ഞാൻ പറയും, നിങ്ങൾക്ക് കൂടുതൽ സ്ട്രെസ് ചെയ്യരുത്. ഒരു പോയിന്റ് കഴിഞ്ഞാൽ നിങ്ങൾ ബ്രേക്ക് കൊടുക്കുക. കാരണം നമുക്ക് വീക്കെൻഡ് ബ്രേക്ക് എടുക്കാനുള്ള ടൈമും കൂടെയാണ്. കാരണം ബ്രേക്ക് എന്ന് പറയുന്ന റീചാർജാണ്. അടുത്ത ആഴ്ച നമുക്ക് കംപ്ലീറ്റ് സ്ട്രെങ്തോട് കൂടി കംപ്ലീറ്റ് ഫോക്കസോട് കൂടി ഇരിക്കാനുള്ള ഒരു റീചാർജാണ് വീക്കെൻഡ് എന്ന് പറയുന്നത്. അത് നന്നായിട്ട് ഉപയോഗിക്കുക ആവശ്യത്തിന്. അത് പകുതി സമയം പഠിച്ച് പകുതി സമയം ബ്രേക്ക് എടുക്കുക. 2 ദിവസം അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ അടുത്ത ആഴ്ച ഫുൾ, ബാക്കിയുള്ള ആഴ്ച അത്രയും, അതായത് ബാക്കിയുള്ള 5 ദിവസം നമുക്ക് ഫുള്ളായിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെ എക്സ്ട്രാ 1 ദിവസം കൂടെ നമുക്ക് കിട്ടുമല്ലോ. കാരണം പാതി ബ്രേക്ക് എടുത്താൽ നമ്മൾ പകുതി ഇരിക്കുന്നുണ്ട്. അപ്പോൾ 6 ദിവസം നമുക്ക് കിട്ടും, 1 ദിവസം ബ്രേക്ക്. അത് തന്നെയാണ് അവിടുത്തെ ഐഡിയ. ഓക്കെ, 1 ദിവസം ഫുൾ ബ്രേക്ക് എടുക്കാത്തതിൻ്റെ ലോജിക്ക് ഞാൻ പറഞ്ഞത്. എന്നാൽ നമ്മൾ ആ ഒരു ട്രാക്കിൽ നിന്ന് പോകും. അതുകൊണ്ടാണ് ഞാൻ 1 ദിവസം ഫുൾ ഡേ ബ്രേക്ക് ഇട്ടിട്ട് ബാക്കി ദിവസം പഠിക്കാം എന്ന് അങ്ങനെ ഇടാത്തത്. ഓക്കെ, അതാകുമ്പോൾ നമുക്ക് ഹാഫ് ഡേ വെച്ച് കിട്ടും. നമ്മൾ ആ ബ്രേക്കിൻ്റെ ആ ഒരു ഇതും കിട്ടും, പക്ഷേ നമ്മൾ സ്റ്റഡിയുടെ ട്രാക്കിൽ നിൽക്കും. അപ്പോൾ ഈ ഒരു സമയത്തോടു കൂടി നമ്മൾ ജോഗ്രഫി കംപ്ലീറ്റ് പഠിച്ചു, മോഡേൺ ഇന്ത്യ കംപ്ലീറ്റ് ആയി, പോളിറ്റിയുടെ ഫസ്റ്റ് 20 ചാപ്റ്റർ നോക്കി കഴിയണം. പിന്നെ എക്കണോമിയിലെ മണി ആൻഡ് ബാങ്കിങ് എന്ന് പറഞ്ഞ സെക്ഷൻ ഏകദേശമായി തീർന്നെന്ന് പറയാൻ പറ്റില്ല. ഇനിയും കുറച്ചുകൂടെ ടോപ്പിക്കുണ്ട്. ഇൻഷുറൻസ്, അതുപോലത്തെ പെൻഷൻ, പിന്നെ അതുപോലത്തെ ഷെയർ മാർക്കറ്റിൻ്റെത്. ഓക്കെ, അപ്പോൾ അതേപോലത്തെ 2-3 ടോപ്പിക്കും കൂടെ വരുമ്പോൾ മണി ആൻഡ് ബാങ്കിങ്ങിൻ്റെ തീരും. അടുത്ത ആഴ്ചയും കൂടെ ആകുമ്പോൾ നമുക്ക് മണി ആൻഡ് ബാങ്ക് തീർക്കാം. എന്നിട്ട് അതിൻ്റെ അടുത്ത് ബാക്കി ബഡ്ജറ്റും ടാക്സേഷനും അങ്ങനെയുള്ള കാര്യങ്ങളും, ബ്ലാക്ക് മണി, അതേപോലത്തെ കുറേ കാര്യങ്ങളൊക്കെ പിന്നീട് നോക്കാം. ഓക്കെ, അടുത്ത് കറണ്ട് അഫെയറിൽ പറയണമെന്നുണ്ടെങ്കിൽ ജൂണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, ഒക്ടോബർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, ജൂലൈയിൽ ആദ്യത്തെ 60 പേജ്, നവംബറിൽ ആദ്യത്തെ 90 പേജ്. ഓക്കെ, ഇത്രയും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, മന്ത്ലി മാഗസീനിൽ കവർ ചെയ്യുക. കുറേ ടോപ്പിക്കുകളുണ്ട് എനിക്കറിയാം, പക്ഷേ നമുക്ക് ചെയ്തേ പറ്റൂ. ചെയ്താൽ മാത്രം പോലെ റിവൈസ് ചെയ്തെടുക്കാനും പറ്റണം. ഓക്കെ, അടുത്ത CSAT-ലാണ് ഇത്രയും ടോപ്പിക്ക് നിങ്ങൾ കവർ ചെയ്താൽ നോക്കാം.
പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ലോസ് ആൻഡ് ഡിസ്കൗണ്ട്, സിമ്പിൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ. ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്നുള്ള ഒറ്റ ടോപ്പിക്കായിട്ട് എടുത്താൽ മതി, അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക. അത് ഓരോ ടെസ്റ്റിലുണ്ട്, ഇവിടെ ഇട്ടിട്ടുണ്ട്. ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ തന്നെ പല പല ടൈപ്പ്, ലൈൻ ഗ്രാഫ് ആയാലും ബാർ ഗ്രാഫ് ആയാലും പൈ ചാർട്ട് ആയാലും അതെല്ലാം ഒരുമിച്ച് ചെയ്യുക. പിന്നെ അതിനുശേഷം റേഷ്യോ, മിക്സ്ചർ, അലിഗേഷൻ, ആവറേജ്, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്, നമ്പർ സിസ്റ്റം, LCM, HCF, വർക്ക് ആൻഡ് ടൈം, സെറ്റ് തിയറി, പൈ ചാർട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങൾ സെറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ റീഡിംഗ് കോംപ്രഹെൻഷൻ. റീഡിംഗ് കോംപ്രഹെൻഷൻ്റെ ഫസ്റ്റ് ടൈപ്പ് 1 റീഡിംഗ് കോംപ്രഹെൻഷൻ ഞാൻ ഈ ചാനൽ തന്നെ ചെയ്തിട്ടുണ്ട്. 2-3 ദിവസം മുമ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങളതൊന്ന് കണ്ടു നോക്കുക. എങ്ങനെയാണ് ഒരു കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് രണ്ട് പ്ലാറ്റ്ഫോം കാണിച്ചു തരാം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് നോക്കാനുള്ളതാണ്.